ഹായ്, നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ കുറച്ച് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം സംസാരം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞ എൻ്റെ ഇത് തന്നെയാണ്, പ്രോബ്ലം തന്നെയാണ്. ആ പ്രോബ്ലത്തെ പറ്റിയാണ് സംസാരിക്കാൻ വന്നത്. പിന്നെ നമുക്ക് വീഡിയോ വയ്ക്കുന്നത് വേറൊന്നും എടുക്കാനല്ല, എനിക്ക് എടുക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം എനിക്കതൊന്നും പറ്റൂല. അതൊരു സാഹചര്യമാണ്. എന്താ വെച്ചാൽ ഒരു ഒരാഴ്ചയായിട്ട് വയറിളക്കം ഞാൻ പറഞ്ഞല്ലോ. അപ്പം അതിൻ്റെ ഒരു ഇതായിരുന്നു ആയിട്ട് ഇന്നലെ വരെയൊക്കെ എന്ന് പറഞ്ഞ പോലെ ഒരു മാറ്റമൊന്നും കാണുന്നതായിട്ടില്ല. ആദ്യം നമ്മളെ അടുത്തുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പോയി. അതിനുശേഷം അതിൻ്റെ ഒരു നമുക്ക് കുറച്ച് 2 ദിവസം നോക്കിയതിന് ശേഷം നമ്മൾ കഷായം കുടിക്കാൻ വേണ്ടി അതിൻ്റെ ആയുർവേദത്തിൽ പോയിട്ട് അതിൻ്റെ കഷായം കാര്യങ്ങളും ഒക്കെ തന്നിട്ട് അതും ഒരു 2 ദിവസം നോക്കി. എന്നിട്ട് അതിനും മാറ്റമില്ല. എന്നിട്ട് നമ്മുടെ അടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ എടുത്തു, കുറച്ച് മരുന്നുകൾ തന്നു. അങ്ങനെയൊക്കെ ചെയ്ത് ഇപ്പൊ ഇത്രയും ദിവസമായി. അപ്പൊ അതിന്റെ ഞാൻ ഇത്ര ദിവസം ഇന്നലെ വരെയൊക്കെ നോക്കി. പക്ഷെ ഇത് ഇത്രയും നമ്മൾ മരുന്നുകൾ ചെയ്തു. പിന്നെ അതിനുശേഷം ഒത്തിരി പേര് പറഞ്ഞ പൊടിക്കൈകൾ ചെയ്തു. എന്നിട്ടൊന്നും ഇപ്പം എന്താണെന്നറിയില്ല, എൻ്റെ വയറ്റിൽ ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്യുന്ന വെച്ചാൽ എനിക്കൊരു ഭക്ഷണം ചോറ് പോലത്തെ ഒന്നും എനിക്ക് ഇന്നലെ ഞാൻ ചോറ് കഴിച്ചില്ല. അപ്പൊ അങ്ങനെ ഒന്നും കഴിക്കാനൊന്നും തോന്നില്ല. എന്ന് വെച്ചാൽ അത്ര ഒരു ഇതായത്. പിന്നെ നമുക്ക് ഛർദ്ദൽ വരിക, മീൻ ഇറച്ചി പോലുള്ള ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരിക. അങ്ങനത്തെ വല്ലാത്തൊരു ഇതാണ്. എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല, തകരാറ്. ഇപ്പം ഞാൻ എന്ന് വെച്ചാൽ കഴിച്ചത് ആ ചൂരമീൻ മാത്രമേ ഉള്ളൂ. അത് കഴിച്ചതിന് ശേഷം ആയിരുന്നു എനിക്ക് ഇതുപോലത്തെ പ്രശ്നങ്ങളായതും പിന്നെ നമ്മളെ പൊതിച്ചോറിന് അതിനുശേഷവും. അപ്പൊ എന്താ ഇതിന് കാര്യമായ കാരണം എന്ന് എനിക്കറിയില്ല. പിന്നെ ഒത്തിരി പേര് എൻ്റെ അടുത്ത് സംസാരിക്കുകയുണ്ടായി. ഇത്രയും ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തതിന് ശേഷവും ഇത് മാറ്റം വരാത്തതുകൊണ്ട് അറിയില്ല. അതിനിപ്പം സൊല്യൂഷൻ നിങ്ങൾ തന്നെ പറയണം. അങ്ങനെയൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഇത് വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമായതുകൊണ്ട് എനിക്ക് അതിലൊന്നും ഇപ്പം വലിയ എനിക്കൊന്നും പറയാനില്ല അതിനെപ്പറ്റി. അപ്പൊ എനിക്കത് ചെയ്യണ വേണ്ടിയൊന്നും അറിയില്ല. എന്താ വെച്ചാല് അത് നമുക്ക് മിക്കവാറും കൊതി കിട്ടിയതായിരിക്കും. ഇപ്പം മരിച്ചു പോയവരൊക്കെ കൊതി കിട്ടിയതിന്റെ ഒരു ഇത് കൊണ്ടും ഇങ്ങനെ സംഭവിക്കാന്നൊക്കെ എന്നോട് പറഞ്ഞു തന്നു. അങ്ങനെയൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പൊ നമുക്ക് പൊതുവെ നമ്മളെ ഇപ്പൊ എൻ്റെ പ്രേക്ഷകർക്ക് ഇതിനെ പറ്റിയൊക്കെ നല്ല വ്യക്തമായിട്ടൊക്കെ അറിയുവാണെങ്കിൽ എനിക്കൊന്ന് കമന്റ് ഒക്കെ ഒന്ന് പറഞ്ഞു തരണേ. അപ്പം അങ്ങനെയാണോ, അങ്ങനെയൊക്കെ പിന്നെ ഞാൻ അത്തരത്തിലും എൻ്റെ കുറച്ച് അടുത്ത ആൾക്കാരൊക്കെ പറഞ്ഞു തന്നപ്പോൾ ഞാൻ അത്തരത്തിലും ചെയ്തിട്ടൊക്കെ. പക്ഷെ ഇന്നലെ വരെയൊക്കെ എന്ന് പറഞ്ഞ പോലെ ഒരു മാറ്റം വന്നിട്ടില്ല. അപ്പം ഇപ്പം വെച്ചാല് ഇതിപ്പോ നമ്മൾ രാവിലെ കരിക്കിട്ട് തന്നാണ്. നമ്മള് തെങ്ങിൽ നിന്ന് കരിക്കിട്ടാണ്. നമ്മളെ കണ്ടോ, വളരെ ചെറുതാ. അപ്പം കരിക്കിട്ട് ഇപ്പൊ ഞാൻ കഴിക്കുന്ന വെച്ചാൽ ആപ്പാടെ ഗ്ലൂക്കോസ് ഇല്ലേ, ഗ്ലൂക്കോസിന്റെ ആ പൊടിയും അതാണ് ഞാനിപ്പം വയറ്റിൽ, അതായത് ക്ഷീണം വരാതിരിക്കാൻ വേണ്ടി ഞാൻ തിന്നുന്നു. അല്ലാതെ ഇപ്പം കാര്യമായിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കാനൊന്നും തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ കരിക്കിട്ടിട്ട് ഞാൻ കരിക്ക് ഇപ്പം വെട്ടി തിന്നുവാണ്. കരിക്ക് തിന്നാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഒത്തിരി സാധനങ്ങൾ തിന്നാവോന്ന് എനിക്കറിയില്ല. ഇപ്പം എനിക്ക് ആകപ്പാടെ ഇപ്പൊ കഴിക്കാൻ തോന്നുന്നത് നമ്മളെ മുന്തിരി, അതുപോലെ പഴവർഗ്ഗങ്ങളാണ്. പഴം, അതൊക്കെയാണ് കഴിക്കാൻ തോന്നുന്നത്. അപ്പൊ ഇതിൽ ഏതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യണം, ഏതൊക്കെ കഴിക്കാമെന്ന് എനിക്കറിയില്ല. പിന്നെ ഭക്ഷണം എന്ന് വെച്ചാൽ നമ്മളെ ചോറ് ഐറ്റംസ് അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ എനിക്ക് കഴിക്കാനേ തോന്നുന്നില്ല. ഇത് വയറ്റിന് എന്തോ ഭയങ്കരമായിട്ട് ഇതായിട്ടുണ്ട്. ഇനിയിപ്പം വയറ്റിൽ എന്തെങ്കിലും അതായത് ദഹിക്കാതെയൊക്കെ കിടപ്പുണ്ടോന്നൊന്നും അറിയത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഇതുള്ളതുകൊണ്ടാണ് ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്തത്. അപ്പൊ അതിൽ നമുക്ക് മാറ്റം വരുമല്ലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പം അതിലിപ്പം ഇത്ര ദിവസമായിട്ട് എനിക്ക് ഇതൊന്നും കാണുന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യണം, ഇനിയിപ്പോ ഉടനെ എന്ത് ചികിത്സ തേടണമെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ വിശ്വാസമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണോ സംഭവിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ഇതിനെപ്പറ്റിയൊക്കെ നല്ല ധാരണയൊക്കെ ഉള്ളവര് ഒന്ന് എനിക്ക് പറഞ്ഞു തരണം. എന്താണ് ഇനി വേണ്ടിയെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഞാന് ഈ കരിക്ക് കുത്തിയിട്ട് കുടിക്കുവാണ്. പിന്നെ ഇടയ്ക്ക് നമുക്ക് ഇതുപോലെ വന്നുകൊണ്ട് ഇപ്പം ആകപ്പാടെ കണ്ടോ ശരീരത്തിന്റെ കോലം കണ്ടോ. അപ്പൊ അങ്ങനെ ഉണ്ടപ്പോ നമുക്ക് ഇടയ്ക്ക് വീഡിയോയും ഇടണമല്ലോ.
അപ്പം നമ്മളിപ്പോ എങ്ങനെ ഇത് അതുകൊണ്ടാണ് ഞാനിപ്പം ഈ നമ്മളെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് അങ്ങനെ ഇന്ന് അതാവാമെന്ന് വെച്ചു. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുകയാണ്. പിന്നെ വേറൊന്നും ഇതിൽ കൂടി പറയല്ല. അപ്പം ഭയങ്കര മോശമായിട്ടൊരവസ്ഥയാണ്. അപ്പം ഇനിയിപ്പം നല്ലൊരു നമ്മുടെ വീഡിയോകളൊക്കെ ആയിട്ട് വരാം. അപ്പം ഇത് ഇനിയിപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി നല്ല ഇത് റിലാക്സ് ചെയ്തെങ്കിലേ എനിക്ക് നല്ല രീതിയിലൊക്കെ പറ്റുള്ളൂ. അപ്പം എല്ലാവർക്കും ബായ് പറയാണ്.